അങ്ങനെ ചവിട്ടി തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവിടെ വാർഡനില്ല, ആ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട അധികൃതർ അവിടെ ഇല്ല, അല്ലെങ്കിൽ തുറന്നു കൊടുത്തേനെ. അത് മാത്രമല്ല, ഇപ്പോൾ പിടിച്ചെടുത്ത ആളുടെ മേൽവിലാസം എന്താണ്? ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് എക്സൈസ് പറയുന്നു. അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അവിടെ ഹോസ്റ്റൽ രജിസ്റ്റർ ഉണ്ടാകും, അതിനകത്ത് കൃത്യമായി മേൽവിലാസം ഉണ്ടാകും. ഇതൊക്കെ തരാൻ അവിടെ ആളില്ല. അത് ഇത്രയും സമയമായി, ഇപ്പോൾ ഈ റെയ്ഡ് നടന്നിട്ട് കുറച്ച് സമയമായി, എന്നിട്ടും അവിടെ ഇതുമായി ബന്ധപ്പെട്ട ആരും എത്താത്തത് എന്താണ്? അത് മാത്രമല്ല, ഇനിയിപ്പോൾ എക്സൈസ് സംഘത്തിന്റെ പരിശോധന അത് ഇനിയും തുടരുമോ? ഈ തമിഴ്നാട്ടുകാരനെ ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്? മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീകാന്ത്? നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ഒന്നിൽ കൂടുതൽ മുറികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എക്സൈസിൽ നിന്നും കിട്ടിയ വിവരം. അത് അവർ തന്നെയാണ് സ്ഥിരീകരിക്കാനും ഉള്ളത്. നിലവിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാൻ സാധിച്ചതിൽ നിന്നാണ് അങ്ങനെയൊരു വിവരം കിട്ടിയത്. പക്ഷേ അത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എക്സൈസിന്റെ മണ്ണന്തല റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ പരിശോധന നടത്തിയതെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഒരു മുറിയിൽ നിന്നും ഒരു 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെന്നും അതൊരു തമിഴ്നാട് സ്വദേശിയുടെ കൈവശമാണ് എന്നുള്ള കാര്യവും പറയുന്നു. പക്ഷേ അത് എക്സൈസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നാണ് അക്കാര്യത്തിൽ ഇനിയും ഒരു വിവരം പുറത്തു വരേണ്ടത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ, എക്സൈസ് സംഘം മറ്റൊരു സ്ഥലത്തുകൂടി സമാനമായ രീതിയിൽ പരിശോധന നടത്തുന്നതിന് നീങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് മണ്ണന്തല റേഞ്ച് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് അത്തരത്തിൽ പരിശോധനയ്ക്കായി പോയിട്ടുള്ളതും. ഒരു മുറി തന്നെയാണോ, അവിടെ നിന്ന് മാത്രമാണോ പിടിച്ചിട്ടുള്ളത്? 20 ഗ്രാം കഞ്ചാവ് മാത്രമാണോ ഉള്ളത്? അത് ഈ പിടികൂടിയ ആൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെന്ന് പറയുന്നു, ഇയാളുടെ പശ്ചാത്തലം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കേണ്ടത് എക്സൈസ് ആണ്. വൈകാതെ തന്നെ ഒരു പക്ഷേ എക്സൈസിന്റെ ഈ റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ നിമിഷം കിട്ടുന്ന വിവരം ഇപ്രകാരമാണ്. ഒരു മുറിയിൽ നിന്നും 20 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ എക്സൈസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ വിവരം 4 മുറികളിലായി ഇത്തരത്തിൽ ആളൊഴിഞ്ഞ മുറികളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തു എന്നുള്ളതാണ്. അധികം നീണ്ടുപോകില്ല, വൈകാതെ തന്നെ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരും. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ് എക്സൈസിന്റെ പരിശോധന ഉണ്ടായത്. അവിടെ ഒരു മുറിയിൽ നിന്നും, ആളൊഴിഞ്ഞ ഒരു മുറിയിൽ നിന്നുമാണ് 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് എക്സൈസ് സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് എല്ലാ മുറികളിലും പരിശോധന ഉണ്ടായിരുന്നു. അതിൽ ഒരു മുറിയിൽ നിന്നും കഞ്ചാവ് കിട്ടി എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ മുറി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ മുറി ആർക്കാണോ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്, അതൊരു തമിഴ്നാട്ടുകാരനാണ്. അയാളെ ഇപ്പോൾ പിടികൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സൈസ് സംഘം എന്നുകൂടി മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ഏത് കോളേജാണ്, ഇവിടെ നിന്ന് വന്നു, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലല്ല, മറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ വിവിധ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ ആരാണ്, എന്താണെന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ, വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് എക്സൈസ് കൂടി പറയുന്നുണ്ട്. അത് ഈ ഹോസ്റ്റൽ അധികൃതരുമായി ബന്ധപ്പെട്ട ശേഷം അത്തരം വിശദാംശങ്ങൾ നൽകാമെന്നുകൂടിയാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തിരികെ എത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. I am 24.